ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. കഴിഞ്ഞ ക്ലാസ്സിലെ പോലെ തന്നെ ഈ ക്ലാസ്സിൽ 1-2 ചാപ്റ്റർ സ്കിപ്പ് ചെയ്തിട്ടാണ് സാർ ഇത് പഠിപ്പിക്കുന്നത്. ഇത് അസൈൻമെൻറ്റ് ഷീറ്റ് 2 ആണ്. ഇതിൽ നമ്മൾ ഡോട്ട്സ് ഗ്രിഡ്, ഇതാണ് ചാപ്റ്ററിൻ്റെ പേര്. അത് നമ്മൾ ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ആ ഗ്രിഡ് നോക്കി നിങ്ങൾ ഫില്ല് ചെയ്യണം. നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത് സ്കെയിലും പെൻസിലും ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ഗ്രേ കളറാണ് അവിടെ അപ്ലൈ ചെയ്യേണ്ടത്. ഗ്രേ കളർ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ചിലപ്പം ഗ്രേ ഇല്ലാത്തവരുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട വൈറ്റും ബ്ലാക്കും കൂടെ മിക്സ് ചെയ്യണം. ഒരു പക്ഷേ അത് അധികം ഹാർഡായിട്ട് ബ്ലാക്ക് ഉപയോഗിക്കരുത്. ലൈറ്റായിട്ട് ബ്ലാക്ക് ഇങ്ങനെ ലൈറ്റായിട്ട് അടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ വൈറ്റ് കളർ അപ്ലൈ ചെയ്യുമ്പോൾ അത് ഗ്രേ കളർ കിട്ടും. ആ തരത്തിൽ നിങ്ങൾ ചെയ്യുക. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ ഈ ഗ്രിഡ് നോക്കി ഇവിടെ സ്കെയിലും പെൻസിലും ഉപയോഗിച്ച് നിങ്ങൾ ജോയിൻ ചെയ്യണം. ആദ്യം നോക്കിക്കേ, ഒന്നാമത്തെ വിട്ടതിന് ശേഷം ഈ ഭാഗത്ത് കണ്ടോ സ്കെയിൽ ഉപയോഗിച്ച് ഇങ്ങനെ ഫില്ല് ചെയ്യണം. ഇങ്ങനെ ഈ ഡോട്ട്സ് ജോയിൻ ചെയ്യണം. പിന്നെ അടുത്ത് ഡോട്ട്സിലേക്ക് വരുന്നു ഇങ്ങനെ. അപ്പോൾ ഇത് തന്നെ കാണുമ്പോൾ അറിയാം ഒരു ട്രയാങ്കിളാണ്. അതുപോലെ ഇതിനകത്ത് റെക്റ്റാങ്കിൾ വരുന്നുണ്ട്, സ്ക്വയർ വരുന്നുണ്ട്, അങ്ങനെ പല ഷേപ്പുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇതിൽ ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇതിനകത്ത് ഗ്രേ കളർ അപ്ലൈ ചെയ്യണം. ഗ്രേ കളർ അറിയാമല്ലോ. ഗ്രേ കളർ ഇല്ലെങ്കിൽ നിങ്ങൾ ബ്ലാക്കും വൈറ്റും കൊണ്ട് അധികം ബ്ലാക്ക് ഹാർഡായിട്ട് ഉപയോഗിക്കരുത്. ലൈറ്റായിട്ട് ബ്ലാക്ക് ഉപയോഗിക്കുക, അതിൻ്റെ മുകളിൽ വൈറ്റ് ചെയ്യുക. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള ഒരു വർക്കാണ്. എന്നാൽ നിങ്ങൾ ശ്രദ്ധയോടുകൂടി ചെയ്യുക, തെറ്റിക്കാതിരിക്കാൻ ശ്രമിക്കുക. അതുകൊണ്ടാണ് ആദ്യമേ സാറ് പറഞ്ഞത് നിങ്ങൾ എന്ത് ചെയ്യണം, പെൻസിലും സ്കെയിലും ഉപയോഗിച്ചുകൊണ്ട് ഈ ഡോട്ട്സ് ഫില്ല് ചെയ്യണം. ഓക്കെ, അപ്പം അസൈൻമെൻറ്റ് ഷീറ്റാണ്, നിങ്ങൾ ശ്രദ്ധിക്കുക. അധികം ബുദ്ധിമുട്ടില്ലെന്നാണ് കരുതുന്നത്. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് വർക്ക് ചെയ്യുക, സേവ് ചെയ്യുക, സാറിന് സെൻഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.